ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, മഹത്വം കരയേറ്റുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അരുളി ചെയ്തതുപോലെ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. യേശുവേ, ഈ മധ്യാഹ്നം പിന്നിട്ട നാഴികയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നല്ലോ. ഈ പകൽക്കാലം ഞങ്ങളെ കരുതിയല്ലോ, അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചല്ലോ. എങ്കിലോ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വലുതെന്ന് നിറഞ്ഞ് ഞങ്ങൾ അനുദപിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഇവിടെ ഇരിക്കുന്നവരും പങ്കുചേരുന്നവരും പ്രാർത്ഥിക്കുന്നവരും സകല ജനവും ആത്മാവിൽ നിറയുന്ന അതിപരിശുദ്ധമായ സമയമായി ഇത് മാറട്ടെ. പരിശുദ്ധ അഭിഷേകത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചികമായ ബന്ധനങ്ങളും കെട്ടുകളും ശാപങ്ങളും പൊട്ടപ്പെട്ടു പോകട്ടെ. കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നീശുവത്രേ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നീശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശുമതിയായവൻ, യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ സ്നേഹം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നീശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശുമതിയായവൻ, യേശുമതി, സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ആമോസ് 4:6. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ പല്ലുകളുടെ വെടിപ്പും നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും അപ്പത്തിന്റെ കുറവും നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പശ്ചാത്തലം: ആമോസ് പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന സമയത്ത് അവർ സമ്പന്നരും മതപരമായി സജീവരുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിത രീതിയിൽ നീതി, അനുസരണം, യഥാർത്ഥ ദൈവഭക്തി വളരെ കുറവായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തെ ധ്യാനിക്കാം. ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മറന്നുപോകുന്നത് സ്വാഭാവികമാണ്. ദൈവത്തെ മറന്നുപോകുന്നു. പല സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫെസ്റ്റിവൽ സീസൺസ്. അതുപോലെയുള്ള ആഘോഷങ്ങൾ മനുഷ്യരെ ബന്ധിപ്പിക്കുന്നു. പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഒരുമിച്ചാക്കുന്നു. നാം അങ്ങനെ ഒരുമിച്ചാകുമ്പോൾ നാം ദൈവത്തെ ഉപേക്ഷിക്കാൻ ഇടവരരുത്. ആഘോഷങ്ങളുടെയും സന്തോഷത്തിന്റെയും നടുവിൽ ദൈവത്തെ മറന്നുപോകാനും ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സ്നേഹമുള്ള അപ്പൻ കുഞ്ഞ് ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നു, വഴക്കു പറയുന്നു. അപ്പനെങ്കിൽ ബാലശിക്ഷ നൽകുമെന്നാണ് പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അബ്ബാ, പിതാവേ എന്ന് വിളിക്കാൻ പുത്രന്റെ ആത്മാവിനെ സ്വീകരിച്ചു വരും.
കർത്താവിനെ പ്രിയപ്പെട്ടവരുമാണെങ്കിൽ അപ്പൻ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിക്കും. പലപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നുകൊണ്ടാണ്. ദൈവമല്ല പ്രയാസങ്ങൾ വരുത്തുന്നത്, മറിച്ച് നാം ചില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കുറവായതുകൊണ്ട് നാം അപകടങ്ങളിൽ വീഴുന്നത് കൊണ്ടാണ് ആ പ്രയാസങ്ങൾ വരുന്നത്. ദൈവത്തിന് രണ്ട് കാര്യം ചെയ്യാം: ഒന്നെങ്കിൽ മാറാതെ നിൽക്കാം, അല്ലെങ്കിൽ മാറാം. ദൈവം മാറുന്നതോ നാം അവനിൽ നിന്ന് മാറുന്നതോ ആണ് പ്രതിസന്ധിക്ക് കാരണം. ഇവിടെ അതിന്റെ വ്യാഖ്യാന രൂപം പറയുകയാണ്: ഞാൻ നിങ്ങൾക്ക് പല്ലുകളുടെ കുറവും പല്ലുകളുടെ വെടിപ്പും അപ്പത്തിന്റെ കുറവും രണ്ടും കുറഞ്ഞു പോയിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ആഹാരം അത് കുറഞ്ഞുപോയി, സമൃദ്ധി അത് കുറഞ്ഞുപോയി, ബുദ്ധിമുട്ടും ഭാരവും വന്നു, നിങ്ങൾ തിരിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് കർത്താവിനൊപ്പം ജീവിക്കാൻ തീരുമാനമെടുത്ത നിങ്ങൾ ഓരോരുത്തരും കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പത്തിന്റെ കുറവുണ്ടാവില്ല, നിങ്ങളുടെ പല്ലിന്റെ വെടിപ്പ് കുറഞ്ഞു പോകില്ല. ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി അനുഗ്രഹം നൽകും. ശറഫത്തിലെ വിധവയുടെ വീട്ടിൽ അപ്പം കുഴച്ചു അപ്പത്തിന്റെ മാവുള്ള ആ ഭരണിയിൽ മാവ് തീരാതിരുന്നതുപോലെ അത്യുന്നതന്റെ കരം നമ്മോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്, നാം അവനിൽ പ്രിയം വെക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അപ്പത്തിന്റെ കുറവോ പല്ലിന്റെ വെടിപ്പോ അത് കുറഞ്ഞു പോകില്ല, അപ്പത്തിന്റെ കുറവുണ്ടാവില്ല. യേശുക്രിസ്തു രക്ഷകനും നാഥനുമായി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ക്രിസ്തീയ ജീവിതം ഒരു അത്ഭുത ജീവിതം, അനുഗ്രഹ ജീവിതവുമാണ്. അത് ആസ്വാദികരമായ ഒരു ജീവിതം തന്നെയാണ്. രുചിച്ചറിയേണ്ടതാണ് ദൈവസാന്നിധ്യം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ പ്രതിസന്ധിയിലും വേദനയിലുമായിരിക്കാം. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. വിശ്വാസത്താൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവരെ ദൈവം രക്ഷയുടെ ഉള്ളിലാക്കുന്നു, ദാഹിക്കുന്നവനെ ദൈവം ആത്മീയമായി ഉയർത്തുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് യേശുവിനോട് ചേർന്ന് അബ്ബാ പിതാവേ എന്ന് പിതാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥനാ ഗോപുരം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ പ്രയർ അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിനോട് ചേർക്കപ്പെടട്ടെ. പരിശുദ്ധ അഭിഷേകത്തിന് ഇവർ വിധേയപ്പെടട്ടെ. ദൈവികരുണയ്ക്ക് ഇവർ കാരണമാകട്ടെ. ആത്മാവിന്റെ വിശുദ്ധിക്ക് ഇവരെ വിധേയപ്പെടുത്തണമേ. പാപത്തോടുള്ള അകൽച്ചയ്ക്ക് നന്മ പ്രവൃത്തികളുടെ സാന്നിധ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഞങ്ങൾ വസിക്കുന്ന ദുരാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ, പൈശാചിക ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹോളി സ്പിരിറ്റ് ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ റൂഹായെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹോളി സ്പിരിറ്റ് ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അഭിഷേകമേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സകല ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നും എന്നാളും എല്ലാ സമയത്തും ഉണ്ടാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. വൈകുന്നേരം 8 മണിക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.